ഇതാണ് സഭയുടെ പഠിപ്പിക്കൽ. വർഷങ്ങളായി നമ്മുടെ പൂർവികർ ധൂപപ്രാർത്ഥന നടത്തുന്നത്, കല്ലറകളിൽ പ്രാർത്ഥന നടത്തുന്നത്, ബലിമധ്യേ മക്കളിലപ്പൻ എന്ന പാട്ടുപാടി നമ്മളുടെ പരേതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, പാരമ്പര്യം ഇത് എന്തുകൊണ്ടാണ് നമ്മൾ അനുഷ്ഠിച്ചു പോരുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഇന്ന് ഈ ആരാധന നമ്മുടെ ശുദ്ധീകരാത്മാക്കൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. നമ്മുടെ ശുദ്ധീകരാത്മാക്കൾ, നമുക്ക് അവരെ ഒന്ന് മോചിപ്പിച്ച് എടുക്കേണ്ടവരുണ്ട്. ഒരുപക്ഷെ പലരും ഈ ധ്യാനം, ഈ ഒരു വിഷയം പലർക്കും മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത വിഷയങ്ങളാണ്. അങ്ങനൊരു വിഷയമുണ്ട്. പക്ഷേ ഇത് നമ്മൾ മനസ്സിലാക്കണമെന്ന് ദൈവാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ശ്രദ്ധയോടിരിക്കാം. എന്താണ് നമ്മൾ എന്തെങ്കിലും ഇവിടെ പറഞ്ഞാൽ അത് വചനബന്ധിതമായേ പറയുകയുള്ളൂ. തിരുവചനം എന്തു പറയുന്നു, അഥവാ തിരുസഭയുടെ പഠനങ്ങൾ എന്ത് പഠിപ്പിക്കുന്നു, കാലങ്ങളായി വചനബന്ധിതമായി കാലങ്ങളായി സഭാപിതാക്കന്മാർക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ സത്യം എന്താണ്? മറ്റൊരർത്ഥത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് വിശുദ്ധരെന്തു പറയുന്നു? വേറൊരർത്ഥത്തിൽ എല്ലാറ്റിലുമുപരി സർവശക്തനായ യേശു ക്രിസ്തു എന്തു പറയുന്നു? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കറിയാം ഈ തിരുവചനത്തിൽ 73 പുസ്തകങ്ങളുള്ള ഈ ബൈബിളിൽ മക്കബായരുടെ 2-ാം പുസ്തകം 12-ാം അധ്യായം 42 മുതൽ 45 വരെയുള്ള വചനങ്ങൾ ഇങ്ങനെയാണ് പഠിപ്പിക്കുക. മക്കബായരുടെ 2-ാം പുസ്തകം 42 മുതൽ 12-ാം അധ്യായം 42 മുതൽ 45 വരെ. ഇതാണ് നമ്മൾ വായിക്കുന്നത്. പഴയ നിയമത്തിൽ പാപം നിമിത്തം മരണത്തിനിരയായവർക്ക് സംഭവിച്ചതെന്താണെന്ന് ഒരിക്കൽ കണ്ട ജനത്തോട് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വീരപുരുഷനായ മക്കബായ നേതാവ് ഉപദേശിച്ചു. അദ്ദേഹം അവരിൽ നിന്ന് 2000-ഓളം ദ്രാഹ്മ വെള്ളി പിരിച്ചെടുത്ത് പാപപരിഹാര ബലിക്കായി ജെറുസലേമിലേക്ക് അയച്ചു കൊടുത്തു. പുനരുത്ഥാനമുണ്ടാകുമെന്നുറച്ച് മക്കബായർ ചെയ്ത ഈ പ്രവൃത്തി ശ്രേഷ്ഠവും ഉചിതവും തന്നെ. മരിച്ചവർ ഉയർക്കുമെന്ന പ്രതീക്ഷയില്ലായിരുന്നെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിഷ്പ്രയോജനവും ഭോഷത്വവുമാകുമായിരുന്നു. എന്നാൽ ദൈവഭക്തിയോടെ മരിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്ന അമൂല്യ സമ്മാനത്തെക്കുറിച്ച് അവർ പ്രത്യാശ പുലർത്തിയെങ്കിൽ അത് പാവനവും ഭക്തിപൂർണവുമായ ഒരു ചിന്തയാണ്. അതിനാൽ മരിച്ചവർക്ക് പാപമോചനം ലഭിക്കുന്നതിന് അദ്ദേഹം അവർക്ക് വേണ്ടി പാപപരിഹാര കർമ്മം അനുഷ്ഠിച്ചു. ഹല്ലേലൂയ. മക്കബായരുടെ 2-ാം പുസ്തകം പല ബൈബിളുകളിൽ നിന്നും ഒരുപക്ഷെ എടുത്തു മാറ്റിയിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം എപ്പിസ്കോപ്പൽ സഭകളിൽ ഒരുപക്ഷെ കണ്ടെങ്കിലും മറ്റു ചില ബൈബിളുകളിൽ കാണാത്തതിൻ്റെ കാരണം അത് ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ നിലപാടായിരിക്കാം. കാരണം എന്തൊക്കെ കത്തോലിക്ക സഭ വിശ്വസിച്ചോ അതിനെ എതിർക്കുന്ന ഒരു രീതി പല സഭകളിലും ഉണ്ടായേക്കാം. അതുകൊണ്ട് അതൊന്നുമില്ലാത്ത പുസ്തകങ്ങൾ മാത്രം കുത്തിക്കെട്ടി ബൈബിളാക്കി വെച്ചവരുമുണ്ട്. നമ്മളതിലേക്ക് വിഷയം പ്രവേശിക്കാൻ നമുക്ക് നേരമില്ലാത്തത് കൊണ്ട് നമ്മുടെ ബൈബിളിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന മക്കബായരുടെ ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇത് മക്കബായരുടെ പുസ്തകത്തിൽ നേരിട്ട് വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ആ അധ്യായം വായിച്ചത്. മക്കബായരുടെ 2-ാം പുസ്തകം 12-ാം അധ്യായം 42 മുതൽ 45 വരെ. എന്നാൽ മറ്റു പല പുസ്തകങ്ങളിലും വാച്യാർത്ഥത്തിലും വ്യംഗ്യാർത്ഥത്തിലും ഒളിഞ്ഞും തെളിഞ്ഞും ഈ മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ച്
വ്യക്തമായി പറയുന്നുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, തിരുസഭയുടെ പഠിപ്പിക്കലായ പരിശുദ്ധ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൻ്റെ 1030 ഖണ്ഡികയിലും 1031 ഖണ്ഡികയിലും പിതാക്കന്മാർ ഈ പ്രചോദനം തിരിച്ചറിഞ്ഞിട്ട് ഇങ്ങനെ പഠിപ്പിക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കാം. ദൈവത്തിൻ്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുന്നവർ പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ടവരല്ലെങ്കിലും നിത്യരക്ഷയുടെ ഉറപ്പ് നേടിയവരാണ്. ഞാൻ ആവർത്തിക്കാം. ദൈവത്തിൻ്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുന്നവർ പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ടവരല്ലെങ്കിലും നിത്യരക്ഷയുടെ ഉറപ്പ് നേടിയവരാണ്. എന്നാൽ സ്വർഗീയ ആനന്ദത്തിലേക്ക് പ്രവേശിക്കുവാൻ ആവശ്യമായ വിശുദ്ധി നേടുന്നതിന് വേണ്ടി അവർ മരണാനന്തരം ശുദ്ധീകരണത്തിന് വിധേയരാക്കപ്പെടുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഈ അന്തിമ ശുദ്ധീകരണത്തെ തിരുസഭ ശുദ്ധീകര സ്ഥലം, പെർഗറ്ററി എന്ന് വിളിക്കുന്നു. ഇതാണ് സഭയുടെ പഠിപ്പിക്കൽ. വർഷങ്ങളായി നമ്മുടെ പൂർവികർ ധൂപപ്രാർത്ഥന നടത്തുന്നത്, കല്ലറകളിൽ പ്രാർത്ഥന നടത്തുന്നത്, ബലിമധ്യേ മക്കളിലപ്പൻ എന്ന പാട്ടുപാടി നമ്മളുടെ പരേതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, പാരമ്പര്യം ഇത് എന്തുകൊണ്ടാണ് നമ്മൾ അനുഷ്ഠിച്ചു പോരുന്നത്? ഇത്രമാത്രം ബുദ്ധിയുള്ള ചിന്തിക്കുന്ന സമൂഹത്തിലും ഈ ഒരു ആചാരം, ഈ ഒരു വിശ്വാസ അനുഷ്ഠാനം എന്തുകൊണ്ടാണ് നിലനിൽക്കുന്നത്? ഇതാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. വലതുകരം എഴുതി ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കുന്നതിന് മുൻപ് വിശുദ്ധർ എങ്ങനെയാണ് ഇതിനെ കണ്ടത് എന്നൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. വിശുദ്ധരുടെ അഭിപ്രായം എന്താണ്? ഞാനിത് പറയുന്നത് നമ്മൾക്ക് ഇവിടെ വന്ന് സങ്കടത്തോടെ ഇരിക്കുന്ന ഒരുപാട് വ്യക്തികൾക്ക് ഈ ഒരു ബോധ്യം കിട്ടിയാൽ പ്രകടമായി അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും. ഭൗതിക തലത്തിലും മാനസിക തലത്തിലും ആത്മീയ മണ്ഡലങ്ങളിലും അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടും. ഈ സത്യം നമ്മൾ അറിയണം. അതുകൊണ്ടാണ് ഈ ഒരു പാഠം ഈ നവംബർ മാസത്തിൽ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ പ്രത്യേക മാസത്തിൽ നമ്മൾ ധ്യാനിക്കാനായിട്ട് ദൈവാത്മാവ് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധരെന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്? നമുക്കറിയാം, ആരാണ് വിശുദ്ധര്? ജീവിച്ചിരിക്കെ തന്നെ സ്വർഗത്തെ തെരഞ്ഞെടുത്തവരാണ് വിശുദ്ധര്. നമ്മുടെ കൂട്ടല്ല. ജീവിച്ചിരിക്കെ തന്നെ ഈ ഭൂമിക്കപ്പുറത്തേക്ക് ഒരു ലോകമുണ്ട് എന്ന വെളിച്ചം കിട്ടിയവരാണ് വിശുദ്ധർ. ഈ വിശുദ്ധർ അവർ ഈ ഭൂമിയുടെ ജീവിതത്തെക്കാൾ ഉപരി നിത്യരക്ഷയെ സ്നേഹിച്ചവരാണ്. വിശുദ്ധർ ഈശോയെ ജീവന് തുല്യം സ്നേഹിച്ചവരാണ്. ഈശോ എന്നുള്ളത് അവർക്കൊരു ആശയമോ ഒരു പ്രസംഗത്തിന്റെ വിഷയമോ ഒരു സങ്കല്പമോ അല്ല. ഈശോ എന്ന് പറയുന്നത് കൂടെ നടക്കുന്ന ഒരു വ്യക്തി സാന്നിധ്യമാണ് അവർക്ക്. അതുകൊണ്ട് തന്നെ ഈശോ അവർക്ക് ഈ സ്വർഗീയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഈശോയ്ക്ക് അങ്ങനെ ഒരു രീതിയുണ്ട്. ഈശോ തൻ്റെ പ്രിയപ്പെട്ടവർക്ക് സ്വർഗീയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കും. ഹല്ലേലൂയാ. ബൈബിളിൽ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായത്തിന്റെ 3-ാം തിരുവചനത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1:3 ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: പീഡാനുഭവത്തിന് ശേഷം 40 ദിവസത്തേക്ക് യേശു അവരുടെ ഇടയിൽ പ്രത്യക്ഷനായി ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. ആരുടെ ഇടയിൽ? ശിഷ്യന്മാരുടെ ഇടയിൽ, അപ്പോസ്തലന്മാരുടെ ഇടയിൽ ഈശോ 40 ദിവസം ഉയർപ്പിന് ശേഷം പ്രത്യക്ഷനായി ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഈശോ തൻ്റെ ജീവിതകാലത്ത് പഠിപ്പിച്ചതുപോലെ തന്നെ ഉയർപ്പിന് ശേഷം ഈ സ്ലീഹന്മാരുടെ ഇടയിൽ കൂടെ നടന്ന് അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവൻ അവർക്ക് വേണ്ടത്ര തെളിവുകൾ നൽകിക്കൊണ്ട് ജീവിക്കുന്നവനായി പ്രത്യക്ഷപ്പെട്ടു എന്ന് തിരുവചനം പറയുകയാണ്. സൂചന ഇതാണ്: ഈശോ തൻ്റെ രഹസ്യങ്ങൾ തൻ്റെ വിശുദ്ധർക്ക് വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈശോ ഉയർപ്പിന് ശേഷം അങ്ങനെ ചെയ്തെങ്കിൽ ഇന്നും തൻ്റെ പ്രിയപ്പെട്ട വിശുദ്ധർക്ക് സ്വർഗത്തിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ടേയിരിക്കും.
അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധരെന്തു പറയുന്നു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. വിശുദ്ധർ, ഈശോയുടെ മനസ്സറിഞ്ഞവർ, മുഖാഭിമുഖം ഈശോയെ കണ്ടുമുട്ടിയവർ എന്താണ് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഈ വിശുദ്ധർ പറയുന്നത്, വിശുദ്ധ ഫൗസ്റ്റീന സിസ്റ്റർ, വിശുദ്ധ നഥാലിയ എന്നൊരു സിസ്റ്റർ, ഇവരുടെയൊക്കെ ജീവിതത്തിൽ ഈ ദർശനങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ശുദ്ധീകര സ്ഥലത്തെ ആത്മാക്കളെ കുറിച്ച്. സഭയിലെ വിശുദ്ധരുടെ ഇടയിലെ രാജകുമാരൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ തോമസ് അക്വിനാസ്. വിശുദ്ധ തോമസ് അക്വിനാസ് ശുദ്ധീകര സ്ഥലത്തെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ശുദ്ധീകര സ്ഥലത്തെ അഗ്നി അതിൻ്റെ കാഠിന്യത്തിൽ നരകാഗ്നിക്ക് സമം തന്നെയാണെന്ന്. ആ അഗ്നിസ്പർശം എത്ര ചെറുതായിരുന്നാൽ പോലും ഈ ലോകത്തെ സമസ്ത വേദനകളെക്കാളും ഭയാനകമാണ്. ആ വിശുദ്ധന് ദൈവാത്മാവ് വെളിപ്പെടുത്തി കൊടുത്ത ഒരു പാഠമാണിത്. ഇതിനകത്തെ ഈ ശുദ്ധീകര സ്ഥലത്തൊരു അഗ്നിയുണ്ട്, ശുദ്ധീകരിക്കുന്ന അഗ്നി. ഇത് ഭൂമിയിലെ എല്ലാ വേദനകളെക്കാളും വലിയ വേദനയാണ്. വിശുദ്ധ അഗസ്റ്റിൻ, സഭാ പണ്ഡിതരിൽ ഒന്നാമനായിട്ടുള്ള വിശുദ്ധ അഗസ്റ്റിൻ ഇങ്ങനെയാണ് ശുദ്ധീകര സ്ഥലത്തെ കുറിച്ച് പഠിപ്പിക്കുന്നത്: സ്വർഗത്തിലേക്ക് സ്വീകരിക്കപ്പെടുന്നതിന് മുൻപ് പരേതരായ ആത്മാക്കളെ അവരുടെ പാപക്കറകളിൽ നിന്ന് ശുദ്ധീകരിക്കുന്നതിനായി ലോകത്തിൽ ഒരിക്കലും ദർശിച്ചിട്ടില്ലാത്തതും അനുഭവിച്ചിട്ടില്ലാത്തതും ഊഹിക്കാൻ പോലും സാധ്യമല്ലാത്തതും എല്ലായിടത്തേക്കും തുളച്ചു കയറുന്നതും ഭയാനകവുമായ അഗ്നിയിലൂടെ കടത്തിവിടുന്നു. ആത്മാക്കളെ ശുദ്ധീകരിക്കാനും നിർമ്മലരാക്കാനും വേണ്ടിയുള്ളതാണെങ്കിലും ഈ ലോകത്തിൽ വെച്ച് സഹിക്കാവുന്ന വേദനകളെക്കാൾ എത്രയോ ശക്തമാണത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ശക്തമായ ഒരു അഗ്നിയെക്കുറിച്ച് വിശുദ്ധർക്ക് വെളിപ്പെടുത്തി കിട്ടിയിട്ടുണ്ട്. അവിടെ സഹിക്കുന്ന ആത്മാക്കളെ കുറിച്ച് വിശുദ്ധർക്ക് വെളിപാടുകൾ നൽകപ്പെട്ടിട്ടുണ്ട്. വീണ്ടും അലക്സാണ്ട്രിയയിലെ വിശുദ്ധ സിറിൽ, അദ്ദേഹത്തിന്, ഈ പൗരസ്ത്യതയെ വിശുദ്ധന് ദൈവവൈതലിന് വെളിപ്പെടുത്തിയിരിക്കുന്ന സത്യമാണ്: വിധി ദിവസം വരെ ഭൂമിയിലെ എല്ലാ യാതനകളും സഹിക്കുന്നതാണ് ശുദ്ധീകര സ്ഥലത്തെ ഒരു ദിവസത്തെ വേദനയേക്കാൾ ഭേദമെന്ന്. പ്രിയപ്പെട്ടവരെ, വിധി ദിവസം വരെ ഈ ഭൂമിയിൽ നമ്മളിപ്പോൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന വേദനകളെല്ലാം സഹിക്കുന്നതാണ് ശുദ്ധീകര സ്ഥലത്തെ ഒരു ദിവസത്തെ വേദനകളെക്കാളും നല്ലതെന്ന് വിശുദ്ധ അലക്സാണ്ട്രിയയിലെ വിശുദ്ധ സിറിൽ. അൾത്താരവണക്കത്തിന് ഉയർത്തപ്പെട്ട വിശുദ്ധർക്ക് ഈശോ വെളിപ്പെടുത്തിയ സ്വർഗീയ രഹസ്യങ്ങളാണിത്. ബൈബിൾ എന്തു പറയുന്നു, തിരുസഭ എന്തു പറയുന്നു, വിശുദ്ധരെന്തു പറയുന്നു, ഒരു സത്യത്തെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളുടെ ബുദ്ധി തീരെ ചെറുതാണ്. അത്ര കണ്ട് വിശാലമായി ചിന്തിക്കാനുള്ള കഴിവോ പ്രാപ്തിയോ പ്രാർത്ഥനാനുഭവമോ ദൈവവിചാരമോ ജ്ഞാനമോ നമുക്കില്ല. പക്ഷേ ദൈവാത്മാവ് ലോകത്തിന് വ്യക്തമായ ദിശാബോധം നൽകിയിട്ടുണ്ട് ശുദ്ധീകരാത്മാക്കളെ കുറിച്ച്. ഇനിയും ഈശോ എന്താണ് പറയുന്നത്? അതാണല്ലോ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതും ശ്രദ്ധിക്കുന്നതും. ഈശോ തൻ്റെ ഐഹിക ജീവിതത്തിൽ മത്തായിയുടെ സുവിശേഷത്തിലെ 18-ാം അധ്യായം 21 മുതൽ 35 വരെയുള്ള തിരുവചനങ്ങളിൽ, അതിൽ 33-ാം തിരുവചനത്തിൽ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ശുദ്ധീകര സ്ഥലത്തെക്കുറിച്ച്. ഈശോ ഒരു ഉപമയിലൂടെയാണ് അത് പഠിപ്പിക്കുന്നത്. ഒരു മനുഷ്യൻ ഒരു രാജാവിന് 10,000 താലന്ത് കടപ്പെട്ടിരുന്നു. രാജാവ് അയാളെ പിടികൂടിയപ്പോൾ ഇയാൾ വന്നിട്ട് പറഞ്ഞു, ക്ഷമിക്കണേ, തന്നു വീട്ടാൻ നിവൃത്തിയില്ല. ഇവന്റെ കണ്ണുനീര് കണ്ടിട്ട്, ഇവന്റെ നിലവിളി കേട്ടിട്ട് ഈ രാജാവ് അവന് 10,000 താലന്ത് ഇളച്ചു കൊടുത്തു. ഒന്നും തരണ്ട, പൊക്കോളാൻ പറഞ്ഞു. ഇവൻ കൊട്ടാരത്തിൽ നിന്നിറങ്ങി വഴിയിലേക്ക് വന്നപ്പോ ഈ മനുഷ്യന് മറ്റൊരു സഹഭൃത്യൻ വെറും 100 ദനാറ, 10,000 താലന്ത് എവിടെ കിടക്കുന്നു, 100 ദനാറ കടം കൊടുത്തിട്ടുള്ള ഒരാളെ കണ്ടു. ഈ മനുഷ്യൻ അവന്റെ കഴുത്തിന് പിടിച്ച് ഞെരിച്ചുകൊണ്ട് പറഞ്ഞു, പെട്ടെന്ന് തന്നേക്കണമെന്ന് പറഞ്ഞു 100 ദനാറ.
അവൻ പറഞ്ഞു, ഞാൻ തന്നു വീട്ടിൽ കൊള്ളാം, ഇത്തിരി സാവകാശം തരണം, കുറച്ചുകൂടെ പ്ലീസ്. അവൻ കേട്ടില്ല. തൂക്കിയെടുത്ത് അവനെ ജയിലിലിട്ടു. സഹപ്രവർത്തകർ ഇത് കേട്ടിട്ട് രാജാവിനോട് എന്ന് പറഞ്ഞു, നീ കടമളച്ചു കൊടുത്ത് ആ മനുഷ്യനുണ്ടല്ലോ ഒരു വലിയ അനീതി ചെയ്തു, 100 ദനാറയ്ക്ക് വേണ്ടിയിട്ട് ഒരുത്തനെ പിടിച്ച് ജയിലിലിട്ടു. ഇത് കേട്ട് രാജാവിന് കോപമായി. രാജാവ് ഈ മനുഷ്യനെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, ഹേ മനുഷ്യ, നിനക്ക് ഞാൻ 10,000 താലന്ത് ഇളച്ചു തന്നു, മുഴുവൻ ഇളച്ചു തന്നു. എന്നിട്ട് നിന്റെ ഒരു കൂട്ടുകാരൻ സഹപ്രത്യനോട് 100 ദനാറ 100 രൂപ നീ ഇളച്ചു കൊടുത്തില്ലേ? അതുകൊണ്ട് 33-ാം വാക്യം, നീ നിന്റെ സകല വസ്തുക്കളും വിറ്റ്, നിന്റെ ഭാര്യയെ മക്കളെ എല്ലാം വിറ്റ് ഈ കടം വീട്ടുവോളം 10,000 താലന്ത് വീട്ടുവോളം നീ കാരാഗ്രഹത്തിൽ തന്നെ കിടക്കണം. അവസാനത്തെ ചില്ലിക്കാശും കൊടുത്തു വീട്ടുവോളം നീ എവിടെ കിടക്കണം? കാരാഗ്രഹത്തിൽ കിടക്കണം. പ്രിയപ്പെട്ടവരെ, കടം വീട്ടുന്നത് വരെ കിടക്കേണ്ട ഒരു സ്ഥലമുണ്ട്. കടം വീട്ടുന്നത് വരെ കിടക്കേണ്ട ഒരു സ്ഥലമുണ്ട്. വീണ്ടും ഈശോ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും കടം കിടക്കും. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 36-ാം തിരുവചനത്തിൽ പറയുന്നു, മനുഷ്യൻ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി സമയം കണക്ക് കൊടുക്കേണ്ടി വരും. മനുഷ്യൻ പറയുന്ന വെറും വാക്കുകളുണ്ടല്ലോ, വെറും വാക്കുകൾ, അതിനുപോലും കണക്ക് കൊടുക്കേണ്ടി വരും എന്ന് ഈശോ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, കടം വീട്ടാതെ നമുക്ക് സ്വർഗത്തിലെത്താൻ പറ്റില്ല. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ, ശ്രമേർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യുന്ന പാപത്തിന് 2 കൊമ്പുകളുണ്ട്, 2 പരിണിത ഫലങ്ങളുണ്ട്. നമ്മളൊരു പ്രവൃത്തി ചെയ്താൽ ഈ പാപത്തിന് 2 ഇഫക്റ്റ് ഉണ്ട്. ഒന്ന്, പാപത്തിൻ്റെ പ്രവൃത്തിയാലുള്ള ഒരു വേദനയുണ്ട്, ഒരു നഷ്ടമുണ്ട്. 2, ഇതേ പാപത്തിനൊരു കടവും കിടക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നമ്മൾ ഏത് പ്രവൃത്തി, ഒരു പാപം ചെയ്താൽ അതിന് 2 തരത്തിലുള്ള നഷ്ടങ്ങളുണ്ട്. ഒന്ന്, ആ പ്രവൃത്തി മൂലമുള്ള ഒരു വേദന, ഒരു നഷ്ടം. 2, ഈ പാപത്തിന് ഒരു കടം കിടക്കുകയും ചെയ്യും. ഈ പാപം നമ്മൾ കുമ്പസാരക്കൂട്ടിൽ വന്ന് ഏറ്റു പറയുമ്പോൾ ഈ പാപം ക്ഷമിക്കും, പക്ഷെ അതിൻ്റെ കടം കിടക്കും. ഉദാഹരണത്തിന്, നടന്നു പോകുമ്പോൾ 10,000 രൂപ വഴി കിടന്ന് കിട്ടി. അപ്പോഴാണ് മനസ്സിലായത് ഒരാളുടെയാണ്, ഇതാ പോകുന്നുണ്ട്, ആളങ്ങോട്ട് പോകുന്നുണ്ട്, പോട്ടെ കിട്ടിക്കഴിഞ്ഞപ്പോൾ, ഓ ദൈവമേ, നീ എത്ര വലിയവൻ, എൻ്റെ ഈ അവസ്ഥയിൽ നീ എന്നെ എന്തുമാത്രം സഹായിച്ചു. അതെടുത്ത് കാര്യമായിട്ട് നമ്മൾ അങ്ങ് പ്രയോഗിച്ചു. ആവശ്യത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ബോധമുണ്ടായത്, ദൈവമേ, പാവപ്പെട്ടവൻ്റെ മടിയിൽ നിന്ന് പോയതാണ്, പോക്കറ്റിൽ നിന്ന് പോയതാണ്, അവൻ എന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിച്ചായിരിക്കാം, വെച്ചതായിരിക്കാം. അന്നേരം തൊട്ടൊരു നീറ്റലാണ്. എന്ത് ചെയ്തു? വന്ന് കുമ്പസാരക്കൂട്ടിൽ വന്ന് അച്ഛനോട് പറഞ്ഞു, അച്ഛാ, മോഷ്ടിച്ചിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞു, കർത്താവ് നിന്നോട് ക്ഷമിക്കട്ടെ, ഒരു സ്വർഗസ്ഥനായ പിതാവേ, ഒരു നന്മ പറഞ്ഞു പറയും. പാപം ക്ഷമിച്ചോ? പാപം ക്ഷമിച്ചോ? ഇല്ലേ? പാപം ക്ഷമിച്ചു, പക്ഷേ ഇതിനൊരു കടം കിടക്കും. ഈ പാവപ്പെട്ട മനുഷ്യന് വെച്ചിരുന്ന പണത്തിന്റെ ഒരു നോവ്, ഒരു കടം. പാപം ക്ഷമിച്ചു, പക്ഷേ സ്വർഗത്തിലെത്തണമെങ്കിൽ, നിത്യരക്ഷ ഉറപ്പാക്കി, പക്ഷേ അവിടെ എത്തണമെങ്കിൽ ഈ കടം വീട്ടണം. ഇങ്ങനെ അനേകരുടെ കണ്ണുനീര് ഒരുപക്ഷെ നമ്മളായിട്ടോ നമ്മളറിയാതോ നമ്മൾക്ക് ചുറ്റും നമ്മുടെ വീട്ടിലും കിടപ്പുണ്ടാകും. പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയും, പാപത്തിന് പക്ഷം ചേരരുതെന്ന്. എന്ന് പറഞ്ഞാൽ, ആരെങ്കിലും പാപം ചെയ്താൽ അതിനെക്കുറിച്ചൊരു അഭിപ്രായം നമ്മൾ നമ്മുടെ വീട്ടിൽ വെച്ച് സംസാരിച്ചാൽ അതിൻ്റെ കടം വീട്ടിൽ കിടക്കും. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നിസ്സാര കാര്യമല്ല. ഈശോ പറഞ്ഞു, മനുഷ്യൻ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസം കണക്ക് കൊടുക്കേണ്ടി വരും. ഇത് നിസ്സാരമായ കാര്യമല്ല. ഈ ഭൂമിയിലെ ജീവിതം നിത്യജീവിതത്തിന് നിർണായകമാണ്.
ഈ ഭൂമിയിലെ ജീവിതം നിത്യജീവിതത്തിന് നിർണായകമാണ്. ഞാനിത് പറയുമ്പോൾ ഞാൻ വല്ലാത്ത ഭയത്തോടു കൂടിയാണ് നിൽക്കുന്നത്. ദൈവമേ, ഈ പറയുന്ന ഞാൻ എന്തുമാത്രം വിധിക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നിങ്ങൾക്ക് ഇത്രയും വരത്തില്ല. ഞാനിത് പറയുന്നത് കൊണ്ട് ഇത് മുഴുവൻ്റെയും കണക്ക് ഞാൻ കൊടുത്തേ പറ്റൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ ഈ കടം. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ നാട്ടിലൂടെ നല്ല ഒന്നാന്തരം ഒരു KSRTC ബസ് പോവുകയാണ്. MLA കാല് പിടിച്ച്, മന്ത്രിയുടെ കാല് പിടിച്ച് ആദ്യമായി ഇറക്കിയ ഒരു യാത്രാ സൗകര്യം. ഹർത്താലിൻ്റെ ദിവസം പക്ഷേ ഒരുത്തൻ കല്ലെടുത്തെറിഞ്ഞിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ഹർത്താൽ ദിവസം അങ്ങനെ വണ്ടി ഓടണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ ചില്ല് പൊട്ടി. നമ്മൾ നാട്ടുകാരെല്ലാം കൂടെ ഓടിച്ചിട്ട് അയാളെ പിടിച്ച് കഷ്ടപ്പെട്ട് അപേക്ഷ തയ്യാറാക്കി കൊടുത്ത് ഇറക്കിയ ഒരു ബസ്സാണ് എറിഞ്ഞു പൊട്ടിച്ചിരിക്കുന്നു. നാട്ടുകാരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്തതുകൊണ്ട് അയാൾ പോലീസിലായി, പോലീസിൽ നിന്ന് അയാൾ കോടതിയിലായി. പക്ഷെ ഇയാൾ മുഖം എടുക്കാനായിരുന്നു. ഇയാൾ കോടതിയിൽ ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കി, കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ മനോരോഗത്തിന് ചികിത്സയിലാണ്, മനോരോഗിയാണ്. കോടതി ഇയാളെ വെറുതെ വിട്ടു. മനോരോഗിയല്ലേ. പക്ഷേ ഒരു കടം കിടപ്പുണ്ട്. ഈ പൊട്ടിയ ചില്ല് ഇതാര് മാറും? ഇയാൾ ഊരി. പക്ഷെ കടം കിടക്കുക. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് പാപത്തിന് ഒരു പ്രവൃത്തിയുമുണ്ട്, ഒരു കടവുമുണ്ട്. വിശുദ്ധ കുർബാന നാവിലേക്ക് വെച്ച് തരുമ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്: യേശുമിശിഹായുടെ തിരുശരീര രക്തങ്ങളാകുന്ന തീക്കട്ട കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുന്നു. ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ പോരെ. കടവുമുണ്ട്, പാപവുമുണ്ട്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ, ശുദ്ധീകര സ്ഥലം എന്ന് പറയുന്നത് ഈ കടം വീട്ടിയിട്ട് പോകാനുള്ള സ്ഥലമാണ് ശുദ്ധീകരം. പക്ഷേ അതത്ര നിസ്സാരമല്ല, അതത്ര നിസ്സാരകരമായ ഒരു കാര്യമല്ല എന്ന് വിശുദ്ധർക്ക് വെളിപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില പാഠങ്ങളുണ്ട്. ഈ ശുദ്ധീകര ഘട്ടം കഴിഞ്ഞ് നമ്മൾ സ്വർഗത്തിലെത്തുവേണ്ടതിന് മുൻപ് നമ്മൾ ഈ ഭൂമിയിൽ വെച്ച് ചെയ്യേണ്ട 1-2 കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ് നമ്മൾ ആരാധനയിൽ അഭിഷേകം പ്രാപിക്കാൻ പോകുന്നത്. ഇത് വലിയൊരു കൃപയുടെ ശുശ്രൂഷയാണ്. നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. ഇത് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ഒരു വലിയ ഉൾക്കാഴ്ചയാണ്, ബോധ്യമാണ്. അതുകൊണ്ട് ഞാൻ 1-2 സംഭവങ്ങൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ സംഭവങ്ങളിൽ ഈ സഭയുടെ ചരിത്രത്തിലെ ഈ ശുദ്ധീകരാത്മാക്കളുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളാണ്. ഈ സംഭവങ്ങളിലൂടെ നമുക്ക് വ്യക്തമാകുന്ന ഒരു ചിത്രമുണ്ട്. നമ്മളുടെ പ്രാർത്ഥന ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആത്മാക്കളാണ് ശുദ്ധീകരാത്മാക്കൾ. പ്രിയപ്പെട്ടവരെ, ഈ പള്ളിയുടെ നടുക്കുള്ള ഈ സ്ഥലം, നിലവിളക്ക് വെച്ചിരിക്കുന്ന, കാണിക്കപാത്രം വെച്ചിരിക്കുന്ന ഈ സ്ഥലം എന്തിനാണ് ഇങ്ങനെ ഒരു മാർബിളിട്ട് തിരിച്ചിരിക്കുന്നത്? അപ്പുറത്തും ഇപ്പുറത്തും ആളുകളെ ഇരുത്താനല്ല, മറിച്ച് ഈ ശുദ്ധീകരാത്മാക്കൾ ബലിമധ്യേ നമ്മളോട് പ്രാർത്ഥന യാചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതാണ് സഭയുടെ വിശ്വാസം. ഇതൊരു സത്യമാണെന്ന് തെളിയിക്കുന്ന അനേക സംഭവങ്ങളുണ്ട്. ഞാൻ ഒരു 2-3 സംഭവങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആശീർവാദത്തിലേക്ക് പ്രവേശിക്കാം. ഒന്ന്, പോളണ്ടുകാരനായ ഒരു രാജകുമാരൻ. ഈ രാജകുമാരൻ ഫ്രാൻസിലേക്ക് നാട് കടത്തപ്പെട്ടു രാഷ്ട്രീയ കാരണത്താൽ. ഈ രാജകുമാരൻ ഫ്രാൻസിൽ ഒരു വീടും സ്ഥലവുമൊക്കെ വാങ്ങി താമസിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ജീവിതത്തിൻ്റെ തിക്താനുഭവം മൂലം ദൈവവിശ്വാസം നഷ്ടപ്പെട്ടു, സഭയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. അങ്ങനെ അദ്ദേഹം നിരീശ്വരവാദിയായി ദൈവമില്ല എന്ന് സമർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വസതിയിൽ ഇരുന്നൊരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാതിലൊരു മുട്ട്. അദ്ദേഹം ചെന്ന് തുറന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യസ്ഥനായിരുന്ന സ്റ്റുവർട്ട് ജീൻ മരിയ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ഭാര്യയാണ്. ആ മനുഷ്യൻ മരിച്ചുപോയി. വിധവയായ അവർ വന്നിട്ട് ഇങ്ങനെ പറയുകയാണ്: എൻ്റെ ഭർത്താവ് 2 ദിവസം മുമ്പാണ് മരിച്ചത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി പണം ധാരാളം മുടക്കിയിട്ട് എൻ്റെ കയ്യിൽ ഒന്നുമില്ല. അതുകൊണ്ട് രാജകുമാരൻ എനിക്ക് അല്പം പണം തരണം. എൻ്റെ ഭർത്താവിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി ഒരു കുർബാന ചൊല്ലിക്കാനാണെന്ന് പറഞ്ഞു.
പ്രിയപ്പെട്ടവരെ, ഈ രാജകുമാരന് ദൈവമെന്നോ ദൈവവിചാരമെന്നോ സ്വർഗമെന്നോ യാതൊരു ചിന്തയുമില്ലാതിരുന്നിട്ടും ഈ കണ്ണുനീര് കണ്ടിട്ട് അയാൾ കയ്യിലിരുന്ന് കുറച്ച് പണം എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. സഭയുടെ ചരിത്രത്തിൽ ഇങ്ങനെയാണ് ആ മനുഷ്യൻ തന്നെ തൻ്റെ തൂലിക കൊണ്ട് ദൈവമില്ല എന്ന് എഴുതാൻ ഉപയോഗിച്ച പുസ്തകത്തിൽ ഇപ്രകാരമാണ് എഴുതി വെച്ചത്. അദ്ദേഹം വീണ്ടും ഏതാനും നാൾ കഴിഞ്ഞ് ഒരു സായാഹ്നത്തിൽ തൻ്റെ മുറിയിലിരുന്നു കൊണ്ട് പുസ്തകം എഴുതുമ്പോൾ വാതിൽക്കൽ ഒരു മുട്ടുകേട്ടു. ചെന്ന് തുറന്നപ്പോൾ അയാളെ ഞെട്ടിച്ചുകൊണ്ട് അതാ നിൽക്കുന്നു ജീൻ സ്റ്റുവർട്ട് മരിയ. ഈ രാജകുമാരൻ ഞെട്ടിപ്പോയി. മരിച്ചയാൾ. ഇങ്ങനെയാണ് അയാൾ പറഞ്ഞതത്രേ, രാജകുമാരാ, എനിക്ക് വേണ്ടി കുർബാന ചൊല്ലിക്കുന്നതിന് അങ്ങൻ്റെ ഭാര്യയെ സഹായിച്ചതിന് നന്ദി പറയാനാണ് ഞാൻ വന്നത്. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ക്രിസ്തുവിൻ്റെ രക്ഷാകരമായ തിരുരക്തത്തിന് നന്ദി, അത് എനിക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ടു. ഞാൻ ഇന്ന് സ്വർഗത്തിലേക്ക് പോകുന്നു. അതിനു മുൻപ് അങ്ങയുടെ നന്ദി പറയാനാണ് ഞാൻ വന്നത്. എന്നിട്ട് പറഞ്ഞു, രാജകുമാരാ, ദൈവമുണ്ട്, ഭാവി ജീവിതമുണ്ട്, സ്വർഗവും നരകവുമുണ്ട്. ഇത്രയും പറഞ്ഞ അപ്രത്യക്ഷനായി. പ്രിയപ്പെട്ടവരെ, ആ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. അത് കേട്ടപാടെ ഈ മനുഷ്യൻ, ഈ രാജകുമാരൻ ഭക്തിയോടെ മുട്ടിന്മേൽ നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതാ മനുഷ്യന്റെ ജീവിതത്തിലെ ഒരു സംഭവമാണ്. ഒരു വിശുദ്ധ അന്തോനിയോസ് എന്ന് പറയുന്ന, നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന അന്തോനിയോസ് അല്ല, ഫ്ലോറൻസിലെ വിശുദ്ധ അന്റോണിയോ എന്ന് പറയുന്ന ഒരു വിശുദ്ധന്റെ ജീവിതത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിയ ഒരു സംഭവമുണ്ട്. അദ്ദേഹം ഒരു ഡൊമിനിക്കൻ സന്യാസിയായിരുന്നു. ഈ ആശ്രമത്തിൽ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തും പിൽക്കാലത്തും ഈ ആശ്രമത്തിനെ ഒത്തിരി സഹായിച്ച ഒരു ധനികനായ മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ, അയാൾ നല്ല മനുഷ്യനാണ്. ഈ മനുഷ്യൻ ഒത്തിരി പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്. കുർബാന ചൊല്ലിക്കുന്ന മനുഷ്യനാണ്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും കുർബാനയിൽ സംബന്ധിക്കുന്ന ഒരു മനുഷ്യൻ മരിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആശ്രമത്തിലെ അച്ഛന്മാരൊക്കെ അയാൾക്ക് വേണ്ടി ഒത്തിരി കുർബാനയൊക്കെ ചൊല്ലി. പക്ഷേ ഈ ഫ്ലോറൻസിലെ വിശുദ്ധ അന്തോനിയോസ് പറയുകയാണ്, കുറേ നാളുകൾക്ക് ശേഷം ഒരു ദിവസം ആ മരിച്ച വ്യക്തിയുടെ ആത്മാവ് കഠിന വേദനയാൽ പിടയുന്ന രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഇത് വിശുദ്ധനെ വല്ലാത്ത അസ്വസ്ഥനാക്കി. ദൈവമേ, ഇത്രയും പ്രാർത്ഥിച്ചിട്ടും അയാളുടെ എന്തൊരു നല്ല മനുഷ്യനായിരുന്നു, ഇത്രയും നന്നായിട്ട് ജീവിച്ചിട്ടും സ്വർഗത്തിലെത്തിയില്ലേ ഇതുവരെ. പ്രിയമുള്ളവരെ, ആ മനുഷ്യൻ ഇങ്ങനെ ആ വിശുദ്ധനോട് പറഞ്ഞത്രേ, ഞാൻ ശുദ്ധീകര സ്ഥലത്ത് തന്നെയാണ്, കുറെ കാലം കൂടെ ഞാൻ കിടക്കേണ്ടി വരും. കാരണം പറഞ്ഞത് ഇതാണ്, ഈ ലോകത്ത് ജീവിച്ചിരുന്ന കാലത്ത് ഞാൻ ഒത്തിരി നന്മ പ്രവൃത്തി ചെയ്തു, പക്ഷേ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥന അർപ്പിക്കാൻ ഞാൻ ശ്രദ്ധിച്ചില്ല. ഇവിടെ ഇതൊരു വലിയ സത്യമാണ്. എന്നെയും നിങ്ങളെയും മോചിപ്പിച്ചെടുക്കാൻ വേണ്ടി ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന അനേക ആത്മാക്കളുണ്ട് ഈ ഭൂമിയിൽ. അവർ നമ്മളുടെ വീടിന് ചുറ്റും അലമുറയിട്ടുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് നമുക്ക് നേരെ കൈ നീട്ടുന്നത് എന്താണെന്നറിയാമോ? മരണത്തോടുകൂടി പ്രാർത്ഥനകളെല്ലാം നിലച്ചു പോകും. മരണത്തിന് ശേഷം നീതിമാനായ ഒരു ദൈവത്തെ മാത്രമേ നമ്മൾ കാണുകയുള്ളൂ. കരുണയുടെ മുഖം നമുക്ക് കാണാൻ പറ്റില്ല. അതുവരെയുള്ളൂ പ്രാർത്ഥനയും ആരാധനയുമല്ല. പിന്നീട് അവരുടെ ആകെ ആശ്രയം നമ്മളാണ്. ദയവായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് നമ്മുടെ നേരെ കൈനീട്ടുന്ന ഈ ആത്മാക്കളെ കണ്ടില്ലെന്ന് നടിക്കരുത്. അതിനാൽ ഈ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇതാണ് ദൈവത്തിൻ്റെ വചനത്തെ ആധാരമാക്കി നമ്മൾ ഈ സന്ധ്യയിൽ ധ്യാനിക്കേണ്ടത്, ചിന്തിക്കേണ്ടത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം എത്രയോ സത്യമാണ്. നീ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിനക്കും അളന്നു കിട്ടും. നമ്മൾ ഇവിടെ വെച്ച് എന്തുമാത്രം അളന്നു കൊടുക്കുന്നോ അത് നമുക്ക് അനുഗ്രഹമായി മാറും. പലരുടെയും സങ്കടം ഇതാ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കല്ലറയിൽ വന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമോ ഒരു തിരികത്തിക്കാൻ പ്രാർത്ഥിക്കാൻ, അന്ന് ഇതെല്ലാം അസ്തമിച്ചു പോവില്ലേ? സങ്കടപ്പെടരുത്. ഇപ്പോ നീ നിന്റെ പരേതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം ഒരുക്കും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തലമുറകളെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതിലൂടെ ധ്യാനത്തിനൊക്കെ വരുന്ന ഒരു പെൺകുട്ടി, അവള്
എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, ജീവിതത്തിൽ എന്ത് ക്രൈസിസ് ഉണ്ടെങ്കിലും ശുദ്ധീകരാത്മാക്കളെ കുറേ പേരെ അങ്ങ് കയറ്റിവിടാനുള്ള ത്യാഗപ്രവൃത്തികൾ ചെയ്യും. അതിനാൽ തന്നെ ആ പ്രശ്നം അവളെ ഒഴിവാക്കുകയും ചെയ്യും. ഇതൊരു വലിയ സത്യമാണ്. അതുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ആരാധനയുടെ ആശീർവാദത്തിലേക്ക് പ്രവേശിക്കാം. നമുക്ക് അനേക ശുദ്ധീകരാത്മാക്കളെ മോചിപ്പിച്ചെടുത്താൽ എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതം അനുഗ്രഹമായി മാറുന്നത്? ശ്രദ്ധിച്ച് കേൾക്കണം. നാം പ്രാർത്ഥിച്ചാൽ, ശുദ്ധീകരാത്മാക്കൾ അതുവഴി മോചനം പ്രാപിച്ചാൽ, നാം കഷ്ടപ്പെട്ട് പള്ളിയിൽ വന്ന് വിശുദ്ധ കുർബാന കണ്ട് ത്യാഗപൂർവ്വം ബലി അർപ്പിച്ച് കുർബാന ചൊല്ലിച്ച് നാം ദാനധർമ്മം ചെയ്ത് അനാഥാലയങ്ങളിൽ ഇവർക്ക് വേണ്ടി ഓർമ്മ നടത്തി പ്രാർത്ഥിച്ച് സഹായങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ ത്യാഗം ദൈവം ഏറ്റെടുത്ത് മനസ്സിലാക്കി ആ സ്നേഹം കൊണ്ട് സഹിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാക്കളെ മോചിപ്പിച്ചെടുത്താൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്താണ് നടക്കുന്നതെന്നറിയാമോ? ഈ ആത്മാക്കൾ വിശുദ്ധരായി മാറി. ഒരിക്കൽ ഒരു ആത്മാവ് ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് മോചനം പ്രാപിച്ചാൽ അവർ സ്വർഗസഭയിലെ അംഗങ്ങളാണ്, വിശുദ്ധരായി അവർ. അങ്ങനെയെങ്കിൽ ആ വിശുദ്ധർ ദൈവത്തോട് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് ആർക്ക് വേണ്ടിയായിരിക്കുമെന്നറിയാമോ? നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ. ആരാണോ അവരെ മോചിപ്പിച്ചെടുത്തത് ആ കുടുംബത്തെ ആയിരിക്കും അവർ കൂടുതൽ പ്രാർത്ഥിച്ച് ബലപ്പെടുത്തുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സങ്കടം നിങ്ങൾ സഹിക്കുകയാണെങ്കിൽ അത് കണ്ട് അവർക്ക് സഹിക്കാൻ പറ്റില്ല. അവർ സ്വർഗപിതാവിന്റെ കാൽക്കൽ കെട്ടിപ്പിടിച്ചിട്ട് പറയും, അപ്പാ, എന്നെ മോചിപ്പിച്ചെടുത്ത കുടുംബമാ, സങ്കടങ്ങളിലാ, സഹായിക്കപ്പാ. വിശുദ്ധരുടെ പ്രാർത്ഥന സ്വർഗം കേൾക്കുമെന്ന് നമ്മൾക്കറിയാം. പ്രിയപ്പെട്ടവരെ, ഇതിന് ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് മൂലം അനുഗ്രഹങ്ങൾ പ്രാപിച്ച ആളുകളുടെ സാക്ഷ്യം പറയാൻ എനിക്കുണ്ട്. ഇതൊരു വലിയ സത്യമാണ്. ഒരു സംഭവം, അത് ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ നടന്നൊരു സംഭവമാണ്. അവൾ ഇവിടെയല്ല, ഫ്രാൻസിലായിരുന്ന ഒരു പെൺകുട്ടിയാണ്. പാരീസിൽ അവളുടെ യജമാനത്തി, അവളൊരു വേലക്കാരി കുട്ടിയാണ്. അവളുടെ യജമാനത്തിയുടെ കൂടെ അവൾ അവിടെ ചെന്നപ്പോൾ, ഫ്രാൻസിൽ ചെന്നപ്പോൾ ഇവൾക്കൊരു രോഗം പിടിപെട്ടു. ഈ രോഗം മൂലം ആശുപത്രിയിലായി. പക്ഷേ രോഗം ഇങ്ങനെ നീണ്ടു പോകുന്നത് കൊണ്ട് യജമാനത്തെ ഇവളെ അവിടെ ആക്കിയിട്ട് കുറച്ച് പൈസയും കൊടുത്തിട്ട് തിരികെ മടങ്ങി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ തിരികെ മടങ്ങിയപ്പോൾ ഈ പെൺകുട്ടിയുടെ കയ്യിൽ പണമെല്ലാം തീരും. അവസാനം ഒരു ഫ്രാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു 10 രൂപ മാത്രമേ ഇവിടെ കയ്യിലുള്ളൂ. എല്ലാം തീർന്നു. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജുമായി. ഇനി എന്ത് ചെയ്യണം? ഒരു ബ്രെഡ് വാങ്ങിച്ച് കഴിക്കാനുള്ള പണം പോലുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പെൺകുട്ടി അവളുടെ കുഞ്ഞുനാളിൽ അവൾക്കൊരു ബോധ്യം കിട്ടിയിരുന്നു, മരിച്ച ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഒരു പ്രതിസന്ധി വന്നാൽ അവളെ സഹായിക്കുമെന്ന്. വചനത്തിൽ കേട്ട ഒരു ബോധ്യമാണ്. അവൾ എന്ത് ചെയ്തെന്നറിയാമോ? അവൾ മരിച്ച ആത്മാക്കൾക്ക് വേണ്ടി അടുത്ത് കണ്ട ഒരു ദേവാലയത്തിൽ ചെന്ന്, ബലിയർപ്പണത്തിന് തുടക്കമായിരുന്നു, അച്ഛൻ്റെ കയ്യിൽ ഈ 10 രൂപ, ഈ ഒരു ഫ്രാങ്ക് ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, ഈ ഇടവകയിലെ എല്ലാ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി ഒരു ബലി ചൊല്ലണം. ഈ പെണ്ണിൻ്റെ കയ്യിലിരുന്ന പൈസയെക്കുറിച്ച്, ഇവളുടെ ജീവിതത്തെക്കുറിച്ചും അറിയാത്ത വൈദികൻ എന്ത് ചെയ്തു? ആ പണം വാങ്ങിയിട്ട് ആ കുർബാന ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി ചൊല്ലി. പ്രിയമുള്ളവരെ, ഇത് കഴിഞ്ഞിട്ട് ഇനി എങ്ങോട്ട് പോകണമെന്നറിയാതെ വിഷമിച്ച് നിൽക്കുന്ന ഈ പെൺകുട്ടി വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ അവളെ വന്ന് കണ്ടിട്ട് പറയുകയാണ്, അവളുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളെക്കുറിച്ച് ചോദിച്ചറിഞ്ഞ് കേട്ടിട്ട് പറയുകയാണ്, വിഷമിക്കേണ്ട, നിന്നെ തിരക്കി ഈ സ്ട്രീറ്റിലെ 5ാമത്തെ വീട്ടിൽ ഒരു സ്ത്രീ ഉണ്ട്, നിന്നെ കാത്തിരിപ്പുണ്ട്, നിന്നെ അവിടെ ജോലിക്കെടുക്കും, ചെന്ന് ജോലി തരാമോ എന്ന്. പ്രിയമുള്ളവർ, ഈ പെൺകുട്ടി അവിടെ ചെന്നിട്ട് ഇവിടുത്തെ കോളിംഗ് ബില്ലടിച്ച് കൊച്ചമ്മയോട് തിരക്കി, കൊച്ചമ്മേ, ഇവിടെ ജോലിക്കാരി ആവശ്യമുണ്ടെന്ന് കേട്ടു, ഞാൻ നിന്നോട്ടെ. അവർ ഞെട്ടിപ്പോയി. അവർ പറഞ്ഞു, ഇവിടെ ജോലിക്കാരെ ആവശ്യമുണ്ടോ? നിന്നോടാര് പറഞ്ഞു? അല്ല, എന്നോടൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു. ഞാൻ എൻ്റെ ജോലിക്കാരിയെ പിരിച്ചുവിട്ടിട്ട് 10 മിനിറ്റ് ആയില്ലല്ലോ, ഇതാരോടും ഞാൻ പങ്കുവച്ചിട്ടുമില്ലല്ലോ, എന്തേ, നിന്നോടാരാണിത് പറഞ്ഞത്? അവൾ പറഞ്ഞു, എന്നോടൊരു ചെറുപ്പക്കാരൻ. ഏത് ചെറുപ്പക്കാരൻ? ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എനിക്ക് ജോലിക്കാരിയെ വേണമെന്ന്. അപ്പോഴാണ് അവൾ
വരാന്തയിൽ തൂക്കിയിരിക്കുന്ന ഒരു ഫോട്ടോ കണ്ടിട്ട് പറഞ്ഞതേ ആ ചെറുപ്പക്കാരനാണ് എന്നോട് പറഞ്ഞത്, ആ കണ്ണിൻ്റെ പുരുകത്തിൻ്റെ മുകളിലായിട്ടൊരു പാടുണ്ടല്ലോ, അതേ ചെറുപ്പക്കാരനാ എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ഇതെൻ്റെ കഴിഞ്ഞ വർഷം മരിച്ചുപോയ എൻ്റെ മൂത്ത മകനാണ്. പ്രിയപ്പെട്ടവരെ, ഈ പെൺകുട്ടി അവളുടെ ജീവിത ചരിത്രത്തിൽ എഴുതി വെച്ചതാണ്, ശുദ്ധീകരാത്മാക്കൾ നമ്മളുടെ പ്രാർത്ഥനയുടെ അന്തിമ ഘട്ടത്തിലെത്തി നിൽക്കുന്ന പലരുമുണ്ട്. ഒരുപക്ഷെ ഒരു കുർബാന മതിയായിരിക്കാം, നമ്മുടെ ഒരു പ്രാർത്ഥന മതിയായിരിക്കാം അവർ സ്വർഗത്തിലേക്ക് കയറിപ്പോകാൻ. അവർ സ്വർഗത്തിലെത്തിയാൽ നമ്മൾ നമ്മുടെ ജീവിത വഴികളിൽ അനുഗ്രഹിക്കപ്പെടും. 9-ാം പിയൂസ് മാർപ്പാപ്പയുടെ ജീവിതത്തിലെ ഒരു സംഭവം കൂടെ പറഞ്ഞുകൊണ്ട് ആശീർവാദം സ്വീകരിക്കാം. അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു സന്യാസി ഒരു വൈദികനെ ഒരു രൂപതയുടെ മെത്രാനാക്കി മാറ്റുക. പക്ഷേ ഈ സന്യാസി അച്ഛന് പ്രായമേറെയായി. അതുകൊണ്ട് സന്യാസി അച്ഛൻ ആവുന്ന പറഞ്ഞു, പിതാവേ എന്നെ ഒഴിവാക്കണം. പക്ഷെ പിതാവ് വിടുന്നില്ല. 9-ാം പിയൂസ് മാർപ്പാപ്പ പറഞ്ഞു, എനിക്കൊരു ലോകം മുഴുവനുള്ള സഭയെ ഭരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, ശുശ്രൂഷിക്കാൻ പറ്റുമെങ്കിൽ ഇയാൾക്കൊരു രൂപത ശുശ്രൂഷിക്കാനാണോ പാട്? ചെയ്യണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് പഴയ പോലെ ഓർമ്മശക്തി നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു. ഓർമ്മശക്തിയില്ല, എല്ലാം മറന്നുപോകും, അതുകൊണ്ട് ദയവായിട്ട് ഒഴിവാക്കണം. പ്രിയപ്പെട്ടവരെ, 9-ാം പിയൂസ് മാർപ്പാപ്പ പറഞ്ഞു, എനിക്കും ഇത് തന്നെയായിരുന്നു രോഗം. പക്ഷേ ഞാനത് മാറ്റിയെടുത്തു. എങ്ങനെയാണെന്നറിയാവോ? എല്ലാ ദിവസവും ഞാൻ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥന ചൊല്ലും. അവര് എനിക്ക് വലിയ ഓർമ്മശക്തി എന്ന കൃപ സ്വർഗത്തിൽ നിന്ന് വാങ്ങിച്ചു തന്നു. 9-ാം പിയൂസ് മാർപ്പാപ്പ വിശ്വസിക്കുന്ന ഒരു സത്യമാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഓർമ്മശക്തി എനിക്ക് കിട്ടിയത് ഞാൻ പഴയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് മൂലം. മോചിക്കപ്പെട്ട ആത്മാക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചെന്ന കൃപയാണിത്. കുഞ്ഞുങ്ങളെ, ഓർമ്മശക്തി ഇല്ലാതെ പരീക്ഷാ ഹാളിലൊക്കെ ചെന്ന് തത്വത പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ അതിനു മുൻപ് മരിച്ചവർക്ക് വേണ്ടി കൂടി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമോ? അവർ നിങ്ങളെ സഹായിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥന നമ്മൾ ചൊല്ലിയത്. എൻ്റെ ഈശോയെ, എന്നെ സ്വാധീനിക്കുന്ന എല്ലാ ആത്മാക്കളെയും, സകല ശുദ്ധീകരാത്മാക്കളെയും അവിടുത്തെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ ഇന്ന് ലോകം മുഴുവനും അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. എൻ്റെയും അവരുടെയും മേൽ കരുണയായിരിക്കണമേ. അവിടുത്തെ തിരുരക്തക്കടൽ മുക്കി അവരെ വിശുദ്ധീകരിക്കണമേ. വിശുദ്ധ കുരിശിനാലും തിരുരക്തത്താലും അവരുടെയും ഞങ്ങളുടെയും ആത്മശരീരങ്ങൾ മുദ്രിതമാകണമേ. ഈ പ്രാർത്ഥന 33 തവണ എല്ലാ ദിവസവും ചൊല്ലുന്നതൊക്കെ പ്രിയപ്പെട്ടവരെ കൃപയാണ്. അതുകൊണ്ട് ഈ ബലിയിലേക്ക് നമ്മൾ ഇവരെയൊക്കെ ഒന്ന് ചേർത്ത് വെക്കുക. നമ്മുടെ കുടുംബങ്ങളിൽ അനുഗ്രഹങ്ങൾ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ ഇന്നത്തെ ആരാധന നമ്മൾ അവരോട് ചേർന്നാണ്. നിങ്ങൾ വിശ്വസിക്കണം, ഒരു അദൃശ്യ ലോകമുണ്ട്. There is an invisible world. നമ്മൾ ഈ കാണുന്ന ലോകത്തിലെ ഈ തിരക്കും ബഹളങ്ങളുമല്ല, ഇത് കൂടാതെ ഒരു ലോകം കൂടെ ഉണ്ട്. ഇത് കാണാതെ പോകരുത്. നമ്മുടെ നേട്ടങ്ങളും തിരക്കുകളും കല്യാണാഘോഷങ്ങളും യാത്രകളും പിക്നിക്കുകൾക്കും ഇടയിൽ വേദനയോടെ നമ്മുടെ നേരെ കൈനീട്ടുന്ന, കുർബാനയ്ക്ക് നമ്മൾ വന്നു നിൽക്കുമ്പോൾ എനിക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കൂ എന്ന് കൈനീട്ടുന്ന അനേക ആത്മാക്കളുണ്ട്. വിശുദ്ധ വിൻസെന്റ് ഫെറർ എന്ന് പറയുന്ന കത്തോലിക്ക സഭയിലെ വലിയൊരു വിശുദ്ധന്റെ പെങ്ങള് മരിച്ചിട്ട് സ്വർഗത്തിലെത്തി ഈ വിശുദ്ധന് വെളിപ്പെടുത്തിയ ഒരു സത്യമുണ്ട്. എൻ്റെ ആങ്ങളയുടെ നിരന്തരമായ പ്രാർത്ഥനയും ത്യാഗോജ്ജലമായ പരിഹാര പ്രവൃത്തികളും ഇല്ലായിരുന്നെങ്കിൽ കുറേ കാലം കൂടെ ഞാൻ ഈ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ടി വന്നേനെ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ വിൻസെന്റ് ഫെറർ എന്ന് പറയുന്ന ശക്തനായ ഒരു അത്ഭുത പ്രവർത്തകൻ കത്തോലിക്ക സഭയിലുണ്ട്. മരിച്ചവരെ പോലും ഉയർപ്പിച്ച ഒരു വിശുദ്ധനാണ്. ആ വിശുദ്ധൻ്റെ ജീവിത സാക്ഷ്യമാണിത്. എൻ്റെ പെങ്ങൾ എനിക്ക് വെളിപ്പെടുത്തിയതാണ്. ഞാൻ അവൾക്ക് വേണ്ടി ഒത്തിരിയേറെ പ്രാർത്ഥിച്ചു. അങ്ങനെയെങ്കിൽ നമ്മുടെ മരിച്ചുപോയവർ, ഒരു നല്ല കുമ്പസാരമില്ലാതെ മരിച്ചുപോയവർ, അവർക്ക് വിശ്വാസമുണ്ട്, അവർക്ക് ഈശോയിൽ വിശ്വാസമുണ്ട്, ശരണമുണ്ട്, പക്ഷേ പാവാവസ്ഥയിലാണ് അവർ മരിച്ചു പോയതെങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, അവർക്ക് വേണ്ടി നമ്മൾ ത്യാഗങ്ങൾ ഏറ്റെടുക്കണം. ഈ നവംബർ മാസം നമ്മുടെ ശുദ്ധീകരാത്മാക്കൾ മോചിതരാകട്ടെ. അവർ സ്വർഗത്തിലെത്തിയാൽ അവർ നമ്മളോടായിരിക്കും ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളവർ. നമ്മുടെ ജീവിതത്തിൻ്റെ വഴികളിൽ
അവർ നമുക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കും. ഇതൊരു വലിയ സത്യമാണ്. അതുകൊണ്ടാണ് സഭ വിശ്വസിക്കുന്നത്, സഭ എന്നാൽ സ്വർഗസഭയും സമരസഭയും സഹനസഭയും ചേർന്നതാണ്. ഈ 3 സഭകളും ചേരുന്നതാണ് സഭ. അല്ല നമ്മൾ കുറേ ആളുകൾ മാത്രമല്ല. ഈ ഒരു വിശ്വാസം നമ്മുടെ പാരമ്പര്യമാണ്, നമ്മുടെ അവകാശമാണ്, ഇത് നമ്മുടെ ബോധ്യമാണ്. ലോകത്തിലെ ഏറ്റവും ജ്ഞാനികളെന്ന് അവകാശപ്പെടുന്ന ഒരു സന്യാസ സമൂഹമാണ് ഈശോ സഭക്കാർ, അല്ലെങ്കിൽ ഡൊമിനിക്കൻ സന്യാസ സമൂഹവും. ഈ 2 സഭാ സമൂഹത്തിലും വലിയ വിജ്ഞാനികളുണ്ട്. പക്ഷേ അവരുടെ സഭാ നിയമത്തിൽ വ്യക്തമായി എഴുതി വെച്ചിട്ടുള്ളൊരു സത്യമുണ്ട് പ്രിയപ്പെട്ട മക്കളെ. എല്ലാ കുർബാനകളിലും അവരുടെ മരിച്ചുപോയവരുടെ പേര് എഴുതി വായിച്ച് അവർ ബലിയർപ്പിക്കും. ഇത്രയും ബുദ്ധിയുള്ള, ഇത്രയും ജ്ഞാനമുള്ള ഒരു സമൂഹം അവരുടെ സഭാ നിയമത്തിൽ വ്യക്തമായി അത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ സത്യങ്ങളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം.